രാവിലെ തന്നെ നല്ലൊരു മഴയൊക്കെ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അതൊക്കെ നോക്കി കുറച്ച് നേരം ഇങ്ങനെ പുറത്തു നിന്നും ഇച്ചുവിൻ്റെ വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. അവൻ വണ്ടിയൊക്കെ ഓടിച്ച് ഇങ്ങനെ കളിക്കുന്നു കേട്ടോ. നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോയി നോക്കാം. അടുക്കളയിൽ പോയി നോക്കുമ്പോഴേക്കും ഇതാ ചിക്കൻ കറി ആയിട്ടുണ്ട്, നമ്മുടെ പാലട പായസമായിട്ടുണ്ട്, പിന്നെ നമ്മുടെ നെയ്ച്ചോറ് ഇതാ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടന്ന്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ. എന്തിനാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്? ഞാൻ അവരെ കാത്തു നിൽക്കുകയാണ്. ആരാണവർ? എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അവരിതാ വന്നിട്ടുണ്ട്. ഇച്ചുവിന് മുട്ടായെല്ലാം മേടിച്ചിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ ഇച്ചു മുട്ടായൊക്കെ അൺബോക്സ് ചെയ്യാണ്. അവന് ഭയങ്കര സന്തോഷമായി. പിന്നെ അവരൊക്കെ മുട്ടായൊക്കെ തിന്ന് ഇങ്ങനെ ഇരുന്നു. ഇതാ ശിവു ആണെങ്കിൽ വണ്ടി ഓടിച്ച് കളിക്കുന്നുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് 3 പേര്. ഇവർ 3 ആളും കൂടി ഇതാ വെള്ളമൊക്കെ കുടിച്ചിരിക്കുന്നുണ്ട്. പിന്നെ ശിവും ഇച്ചും പിന്നെ പറയണ്ട, ഭയങ്കര കളിയായി. കുടയൊക്കെ എടുത്തിട്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വർത്താനമൊക്കെ പറയാൻ വേണ്ടി നേരെ മുകളിലേക്ക് പോയി. മുകളിൽ പോയി പിള്ളേരിതാ അവിടെ നിന്ന് നല്ല കളിയാണ്. കട്ടുമേലൊക്കെ കയറി 2 ആളും കൂടി കർട്ടൻ്റെ അടുത്ത് മറിഞ്ഞും കെട്ടിപ്പിടിച്ചും. ഈ കെട്ടിപ്പിടുത്തമൊക്കെ അവസാനം അടിപിടിയാകുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. അങ്ങനെയൊക്കെ അവർ കളിക്കുന്നുണ്ട്. അവർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് ഷോ ഇടാമെന്ന് വിചാരിച്ചു. ഇതാ വീഡിയോ എടുക്കുന്നുണ്ട്. കണ്ണാടി നോക്കിയിട്ട് ഇനി കുറച്ച് വീഡിയോ എടുക്കാം. അതിൻ്റെ ഇടയ്ക്കാണ് നെസിക്ക് ഒരു ഐഡിയ കിട്ടിയത്. ആ ഐഡിയയാണ് ഇത്. അവിടെ വീഡിയോ പിടിക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഓടി വരിക എന്നുള്ളത്. അടിപൊളി വീഡിയോ ആക്കിയിട്ടില്ലേ? അങ്ങനെ നമ്മൾ നേരെ ചോറുന്നാൻ വേണ്ടി താഴേക്ക് വന്നു. എല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ചോറൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ പായസമൊക്കെ കുടിച്ച് ചോറൊക്കെ തിന്ന് നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ. കുറേ സമയം വർത്താനമൊക്കെ പറഞ്ഞ് ചിരിയും കളിയും ഒക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴും എനിക്ക് അവർ വന്ന ആ സമയമൊക്കെയാണ് കേട്ടോ എനിക്കിപ്പോൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നത്. എന്തോ ഒരു മാതിരി. അയ്യോ, ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഇച്ച് നല്ല ഉറക്കമായിട്ടുണ്ട്. അവന് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവനെ ഉറക്കി. അപ്പോഴേക്ക് പിന്നെ ഇവർക്ക് പോകാനുള്ള സമയമായി. പോവാമെന്ന് പറഞ്ഞു. എല്ലാവരും കുറച്ച് ദൂരത്തുനിന്ന് വരുന്നവരായതുകൊണ്ട് തന്നെ വേഗം വീട് പിടിക്കണമല്ലോ, കുഞ്ഞേലുള്ളതല്ലേ. അപ്പോൾ പിന്നെ വേഗം ഓട്ടോ ഒക്കെ പിടിച്ചു കൊടുത്തു. അവരെല്ലാവരും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അവർ നേരെ ഇനി വീട്ടിലോട്ടാണ്. ഞാൻ +2 ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചതേ അല്ല ഇനി എനിക്ക് ഇതുപോലത്തെ ഒരു ഫ്രണ്ട്സിനെ കിട്ടുമോയെന്നൊക്കെ. ദേഷ്യം എൻ്റെ ഒപ്പം ഡിഗ്രിക്കേ ഉള്ളതാണ് കേട്ടോ. പക്ഷെ എനിക്ക് ഇപ്പം ഇത് നല്ലൊരു ഫ്രണ്ട്സിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതുപോലെയൊന്നും വരുന്നൊന്നും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ലല്ലോ. അപ്പോൾ അത്രയും സന്തോഷമാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.